ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും നിയമ നടപടിക്കൊരുങ്ങുകയാണ് നടി ഹണി റോസ്. രാഹുലിന്റെ നേതൃത്വത്തിൽ സമൂഹമാധ്യമങ്ങളിൽ സംഘടിതമായ ആക്രമണം നടക്കുന്നു. ഇതുമൂലം താനും തന്റെ കുടുംബവും കടുത്ത മാനസിക സംഘർഷമാണ് നേരിടുന്നതെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും നടി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഹണി റോസിന്റെ നീക്കത്തോട് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം അതേസമയം ശ്രദ്ധേയമാണ്. ഏതു തരത്തിലുള്ള നിയമ നടപടിയും താൻ നേരിടാമെന്നതാണ് ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വർ നടത്തിയ പ്രതികരണം. കേൾക്കാം രാഹുലിന്റെ വാക്കുകൾ. ഹണി റോസിനോടുള്ള വിമർശനം എന്നും തുടരും. ആ വിമർശനങ്ങളെ അത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണി റോസ് കൂടെ തീരുമാനിക്കണം. ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശമെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം. ഹണി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു. പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ വിമർശനത്തിനോട് കുറെ കൂടെ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് ടു ക്രിറ്റിസിസം ഹണി റോസിന്റെ കുടുംബവും മറ്റും വേട്ടയാടപ്പെടുന്നെങ്കിൽ 100% ഹണി റോസിനൊപ്പമാണ്. അങ്ങനെ ആരെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്തെന്ന് കാണിച്ചാൽ, അവരുടെ പേരുകൾ കാണിച്ചാൽ ഞാനും നോക്കാം. അവർക്കെതിരെ ശക്തമായ വിമർശനവും നടപടി ഉണ്ടാകണം. ഹണി റോസിനെതിരെ അതിശക്തമായ വിമർശനം ഉയരണം, സോഷ്യൽ ഓഡിറ്റ് ഉയരണം. ഹണി റോസിന്റെ സാരിയെ അല്ല, ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം, ഹണി റോസിന്റെ ശരീരത്തെ അല്ല. എല്ലാ ദിവസവും ചർച്ചകൾക്കിരിക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നും എല്ലാ ദിവസവും ചീത്തകൾ കേൾക്കുന്ന എനിക്ക് ഹണി റോസിന്റെ വേദനയും വിഷമവും മനസ്സിലാവും. ഹണി റോസ് സാരിയാണ് ഉടുക്കുന്നത്, പക്ഷെ സാരി ഉടുക്കുന്ന രീതിക്ക് കുറച്ച് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ കേട്ടതാണ് രാഹുൽ ഈശ്വറിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതിയിലാണ് മൊഴിയെടുക്കുക. ഇത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ബോബിക്കെതിരെ ചുമത്തുന്ന കാര്യവും പോലീസ് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ സുപ്രധാനമായ നീക്കമാണ് ഇന്നത്തെ ദിവസം. ഈ നടിയുടെ പരാതിയും അതിന്റെ തുടർ നീക്കങ്ങളുമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇതിന്റെ നീക്കങ്ങൾ, നിയമവശങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ നടിയുടെയും അന്വേഷണ സംഘത്തിന്റെയും നീക്കമടക്കം വിശദമായി നമുക്ക് പരിശോധിക്കാം. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു. നവമി, സുപ്രധാനമായ ഒരു കേസാണ്. നടി റോസ് നടത്തുന്ന നിയമ നീക്കങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ രാഹുൽ ഈശ്വർക്കെതിരെയും കടുത്ത നിയമ നീക്കങ്ങൾ തന്നെ താൻ നടത്തും എന്ന് ഹണി റോസ് പറഞ്ഞ സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് ആദ്യം ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിലേക്ക് വരുമ്പോൾ, അന്വേഷണ സംഘത്തിന് മുന്നിൽ വീണ്ടും ഹണി റോസിന്റെ മൊഴിയെടുക്കേണ്ട സാഹചര്യം പുതിയതായിട്ട് എന്താണ് ഉണ്ടാവുന്നത്? ഇത് സംബന്ധിച്ച പോലീസിന്റെ നീക്കം നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? നവമി. സജിത്ത്, ബോബി ചെമ്മണ്ണൂരിനെതിരെ 2 പരാതികളാണ് ഹണി റോസ് നൽകിയിരിക്കുന്നത്. അത് ആദ്യത്തെ പരാതി ഒരു പൊതുവേദിയിൽ വെച്ച്, ഉദ്ഘാടന വേദിയിൽ വെച്ച് ഒരു പുരാതന കഥാപാത്രത്തെ താനുമായി ഉപമിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് താൻ അത് കേട്ടുനിന്നു, ചിരിച്ചു എങ്കിൽ പോലും തനിക്കത് വളരെയേറെ മനോവിഷമമുണ്ടായി. ഒരു പൊതു ഇടമായതുകൊണ്ട് മാത്രമാണ് താൻ അതിനെ പ്രതികരിക്കാതിരുന്നത്. പിന്നീട് കുടുംബത്തെ എത്തി, കുടുംബത്തോടൊപ്പം അച്ഛനോടും അമ്മയോടും ഒക്കെ ഇത് സംസാരിച്ചു. പിന്നീടാണ് ഒരു നിയമ നടപടിയിലേക്ക് കടക്കാമല്ലോ എന്നൊരാലോചന ഉരുത്തിരിഞ്ഞതെന്ന് കൂടി നടി പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ പരാതി നൽകിയത്. ഈ ഒരു കഥാപാത്രവുമായി തന്നെ താരതമ്യം ചെയ്തു, തന്നെ അത് വളരെ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ രീതിയിൽ മോശമായി തന്നെ അത് ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ള പരാതിയായിരുന്നു ഹണി റോസ് ആദ്യം പോലീസിന് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ റിമാൻഡിലാണ്. അതിനുശേഷം ഇപ്പോൾ അതിന് പിന്നാലെ തന്നെയായിരുന്നു മറ്റൊരു പരാതി കൂടി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് ഈ ആദ്യത്തെ സംഭവത്തിന് പിന്നാലെ പോലും വീണ്ടും താൻ ഇവരുടെ മാനേജറോട് തനിക്ക് ഈ കമ്പനിയുമായോ ഈ വ്യക്തിയുമായിട്ടോ ഇനി മുന്നോട്ട് പോകാൻ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഇനി നിങ്ങളുടെ ഉദ്ഘാടന പരിപാടിക്കൊന്നും എന്നെ വിളിക്കരുതെന്ന് കൃത്യമായി തന്നെ ഹണി റോസ് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അത് കേൾക്കാതെ വീണ്ടും ക്ഷണിക്കുന്ന സാഹചര്യം. അപ്പോഴും ഹണി റോസ് ആ ഒരു ക്ഷണത്തെ നിരസിച്ചു. മറ്റൊരു പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ, അതായത് ഒരു ജിമ്മിന്റെ ഉദ്ഘാടനത്തിലും ഒരു ഉദ്ഘാടന വേദിയിലും ക്ഷണിക്കാതെ പോലും ബോബി ചെമ്മണ്ണൂർ അവിടെ എത്തുകയും ഹണി റോസിന്റെ സാന്നിധ്യത്തിൽ മോശമായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു. തന്നെ നിരന്തരം പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു രീതിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം പല ഇന്റർവ്യൂകളിലും തന്റെ പേരെടുത്തു പറഞ്ഞ് തന്നെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കൂടി ഹണി റോസ് 2ാമത്തെ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിൽ വിശദമായ മൊഴിയെടുക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഇന്നലെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി പ്രത്യേകം പറഞ്ഞിരുന്നു, പോലീസിനോട് 3 ദിവസത്തിനുള്ളിൽ, അതായത് ചൊവ്വാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഹണി റോസിന്റെ വിശദമായിട്ടുള്ള മൊഴി, ഒപ്പം ഈ ഹണി റോസിനെതിരെ നടത്തിയ പരാമർശങ്ങൾ, ഇതിനു പുറമെ
ബോബി ചെമ്മണ്ണൂർ മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. അവതാരികയുടെ ചോദ്യങ്ങൾക്ക് ദ്വയാർത്ഥ പ്രയോഗത്തോടു കൂടിയുള്ള മറുപടി നൽകുന്നു. ഇത്തരം കാര്യങ്ങളും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതടക്കം ശേഖരിച്ച് ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള കേസിൽ തെളിവുകൾ കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ആദ്യം ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുക. അത് രണ്ടാമത്തെ പരാതിയിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ട് കൂടുതൽ മൊഴിയെടുക്കുക. ഒപ്പം ബോബി ചെമ്മണ്ണൂർ നടത്തിയ മോശം പരാമർശങ്ങൾ അതുകൂടി ശേഖരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. സജിത്ത്. യെസ്, നവമി, ഇന്നലെ രാവിലെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് നമുക്കറിയാം രാഹുൽ ഈശ്വർക്കെതിരെ കൂടി താൻ ശക്തമായ നീക്കം നടത്തുമെന്ന കാര്യം നടി വ്യക്തമാക്കുന്നത്. അവർ സമൂഹ മാധ്യമത്തിലിട്ട ഈ പോസ്റ്റിനോട് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണവും രൂക്ഷമാണ്. താൻ എന്ത് തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിച്ചു കൊള്ളാം, താൻ ഇപ്പോഴും അവർക്കെതിരെ മോശം പരാമർശമൊന്നും നടത്തിയിട്ടില്ല, വേണമെങ്കിൽ ജയിലിൽ കിടക്കാൻ പോലും തയ്യാറ് എന്നതാണ് രാഹുൽ ഈശ്വർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്. നമ്മളോടത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ മുന്നിലേക്ക് വീണ്ടും ഈ ബോബി ചെമ്മണ്ണൂരിന് കേസുമായി ബന്ധപ്പെട്ട് നടിയിൽ നിന്നും വീണ്ടും മൊഴി രേഖപ്പെടുന്നതിനോടൊപ്പം തന്നെ ഈ പരാതി കൂടി രേഖാമൂലം ഉണ്ടായാൽ സ്വാഭാവികമായും അതിന്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? ഇക്കാര്യം അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടോ? സജിത്ത്, സെൻട്രൽ പോലീസിന് തന്നെയാണ് ഹണി റോസ് വീണ്ടും പരാതി നൽകുന്നത്. ഈ പരാതിയിൽ പറയുന്നത് പല മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂകളിലും രാഹുൽ ഈശ്വർ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി, അത് തന്റെ വസ്ത്രത്തെ പോലും മോശമാകുന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നതായി രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതൊക്കെ തനിക്ക് ഏറെ വേദനയുണ്ടാക്കി. താനും തന്റെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഹണി റോസ് വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് 18 അടക്കം നടത്തിയ അഭിമുഖത്തിൽ ചർച്ചകളിലൊക്കെ രാഹുൽ ഈശ്വർ ഹണി റോസിനെ എതിർത്ത് സംസാരിക്കുന്ന രീതി, അതായത് ഹണി റോസിന്റെ വസ്ത്രധാരണം അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു എന്ന തരത്തിലൊക്കെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായി ഹണി റോസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ രാഹുൽ ഈശ്വർ പറയുന്നത് ഹണി റോസ് എന്ന വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, ഹണി റോസിന്റെ വസ്ത്രത്തെ വിമർശിച്ചു. അതിന് അങ്ങനെ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. സമൂഹത്തിന് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മോശം സന്ദേശം നൽകുന്ന ഒരു വസ്ത്രധാരണമാണ് ഹണി റോസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് മാത്രമേ ഉള്ളൂ. താൻ ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ആ രീതിയിലാണ് താൻ ഈ പരാമർശങ്ങൾ നടത്തിയത്. നിയമപരമായി മുന്നോട്ട് പോകാനാണെങ്കിലും താനും അഭിഭാഷകനാണ്. താൻ സ്വയം വാദിച്ച് ഇത് മുന്നോട്ട് പോയിക്കോളാം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വിചാരണ പോലും കൂടാതെ താൻ ജയിലിലേക്ക് പോകാൻ തയ്യാറാണെന്ന് കൂടി ഒരു ആവേശത്തിന്റെ പുറത്ത് എന്തായാലും രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോലീസ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ കൂടുതൽ നടപടികളിലേക്ക്, ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് രാഹുൽ ഈശ്വർ കടക്കേണ്ടി വരും. എന്തായാലും ഹണി റോസിന് എതിരായിട്ടുള്ള ഈ മാധ്യമങ്ങൾ വന്ന് മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിനെ സമീപിക്കുകയും രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകുവാനും ഹണി റോസ് തയ്യാറായിരിക്കുന്നത്. സജിത്ത്. യെസ്, ഇന്ന് സുപ്രധാനമായ ദിവസമാണ്. കാരണം ഈ ഹണി റോസിന്റെ പരാതിയിൽ അന്വേഷണ സംഘത്തിന്റെ പലതരത്തിലുള്ള നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നടിയിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കാനുള്ള നീക്കമുണ്ടാകുന്നു. ഒപ്പം തന്നെ രാഹുൽ ഈശ്വർക്കെതിരായ പരാതി, അതും രേഖാമൂലമായ പരാതി പോലീസിന് മുന്നിൽ ലഭ്യമായി കഴിഞ്ഞാൽ തുടർ നടപടികൾ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ രാഹുൽ ഈശ്വർക്കെതിരായും കേസെടുക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുമുണ്ടാവാം. ഇന്നത്തെ ദിവസം നിർണായകമാണ്. അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച സുപ്രധാനമായ നീക്കങ്ങൾ ഇന്നത്തെ ദിവസം നടത്തുകയും ചെയ്യും.